നമുക്ക് കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് സ്റ്റാർട്ടിങ്ങിൽ ഒരു കുഞ്ഞാവുന്നത് മുതൽ വളർന്ന് ഏകദേശം 1.5 കിലോ 1 കിലോ ആ റേഞ്ചൊക്കെ എത്തുന്നത് വരെ അത്യാവശ്യം നന്നായിട്ട് ഫുഡ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ഫുഡ് എക്സ്പെൻസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പ്രതീക്ഷിച്ച് ഇത്രയും എക്സ്പെൻസ് വരുമെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ മീൻ വളർത്തൽ എത്ര മീൻ വളർത്തണം എന്നുള്ള കാര്യം തീരുമാനിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഏകദേശം ഒരു 500 മീനൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ചുരുങ്ങിയതൊരു 20,000 രൂപയ്ക്ക് മുകളിൽ എന്തായാലും നിങ്ങൾക്ക് ചിലവ് വരും, ഏറ്റവും കുറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു റേറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാളും കുറവ് വരിക, പക്ഷേ ചിലപ്പോൾ കൂടുതലായിരിക്കും വരിക. അപ്പോൾ നമ്മൾ ഏകദേശം ആ ഒരു റേഞ്ചിൽ നമ്മൾ ബഡ്ജറ്റ് കാണണം. ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ പോവുകയാണെങ്കിൽ ചിലപ്പോൾ 30,000 രൂപ റേഞ്ചിൽ ബഡ്ജറ്റ് വരും. ചിലർ ഇതിൻ്റെ കൂടെ മിക്സായിട്ട് വേറെ പല തീറ്റകൾ കൊടുക്കുന്നതായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളോട് പല ആളുകളും ചോദിക്കും, ഏകദേശം ഒരു 5,000 കുഞ്ഞുങ്ങൾക്ക് എത്ര രൂപ ബഡ്ജറ്റ് വരുമെന്ന് ചോദിക്കും. നമുക്കങ്ങനെ കറക്റ്റായിട്ട് ഒരിക്കലും ബഡ്ജറ്റ് പറയാൻ പറ്റില്ല. കാരണം അത് ഓരോരുത്തർ ഫുഡ് കൊടുക്കുന്ന രീതിക്കും ആ മീൻ കുഞ്ഞുങ്ങളുടെ ഗ്രോത്തിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും. നാച്ചുറൽ പോണ്ടാണെങ്കിൽ അതിൽ ചിലപ്പോൾ വേറെ മീനുകളുണ്ടാവും. ഈ മീനുകളെ വെട്ടിയിട്ടൊക്കെ അവർ കുറേ ഫുഡ് കഴിക്കും. അപ്പോൾ ചിലപ്പോൾ അവർ ഒന്നും കൂടി ഗ്രോത്ത് കാണിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ കിടക്കുന്നതുകൊണ്ട് നമുക്കൊരിക്കലും കറക്റ്റായിട്ട് ഇത്ര രൂപ വരും